മൂന്നാം ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളിൽ പലപ്പോഴും കുടുംബാധിപത്യം എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഭാരതം മൂന്നാം ലോക രാജ്യമാണോ എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പം നിൽക്കുന്നു. ഭാരതം ഒന്നാം ലോകമായി അല്ലെങ്കിൽ വികസിത ലോകമായി മാറാൻ വെമ്പുന്ന ഈ കാലത്ത് കോൺഗ്രസ് പാർട്ടിയെ പൊതുവെ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് കുടുംബ ആധിപത്യ പാർട്ടി. ഗാന്ധി നെഹ്റു ഫാമിലിയുടെ പിന്തുടർച്ചക്കാർ നയിക്കുന്ന ഒരു സംവിധാനം തലപ്പത്ത് ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് പ്രസിഡന്റായി ഉയർത്തിക്കാട്ടുകയും എന്നാൽ പിന്നണിയിൽ നിന്നുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന രൂപത്തിൽ ഗാന്ധി നെഹ്റു ഫാമിലിയിലെ ഇളമുറക്കാർ, ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന നിയന്ത്രിക്കുന്ന ചരട് വലിക്കുന്ന സംവിധാനം, അത് ഒട്ടൊക്കെ ബി ജെ പിയും മറ്റ് പ്രാദേശിക കക്ഷികളും ഒക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. പലതും കുടുംബാധിപത്യം എന്ന ദുഷ്പേരിൽ നിന്നും മോചനം നേടാൻ ഒരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPM ഉൾപ്പെടെയുള്ള പല പാർട്ടികളും കുടുംബാധിപത്യം നേരിട്ടല്ല എങ്കിൽ പോലും നേതാക്കളുടെ മക്കൾ മത്സരിക്കുന്നു. ജനാധിപത്യ ക്രമത്തിൽ അത് വേണ്ട എന്ന് പറയാനാവില്ല, അത് നമ്മൾ വിട്ടേക്കൂ. പക്ഷേ ഇവിടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഗ എന്ന സ്നേഹപൂർവ്വം അനുയായികളും കോൺഗ്രസ് പിന്തുണക്കാരും, പപ്പു എന്ന് വളരെ പരിഹാസത്തോടെ, അമുൽ ബേബി എന്നും ഒക്കെ പരിഹാസത്തോടു കൂടി വിമർശകരും വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ താൻ കൂടി പരിശ്രമിച്ച്, താൻ ഒറ്റയ്ക്കെന്നുള്ളതല്ല, ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ അമരത്ത് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി 99 സീറ്റുകൾ ലഭിക്കാൻ അക്ഷീണമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഭാരത് ജോഡോ യാത്ര എല്ലാവരും വളരെ പരിഹാസത്തോടെയാണ് ആദ്യഘട്ടത്തിൽ ഇതിനെ കണ്ടത്. തെക്ക് വടക്ക് രാഹുൽ ഗാന്ധി നടക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനം? നഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ, ആ ഒരു അടിത്തറ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് പാർട്ടി കഴിയുമോ? ഇല്ല എന്നായിരുന്നു കൂടുതൽ പേരുടെയും നിഗമനം. അതിനുശേഷം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വാഹന വ്യൂഹത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ ഇന്ത്യയെ കണ്ടെത്താനായി, ഇന്ത്യയുടെ ഹൃദയത്തുടിപ്പുകൾ അറിയാനായി, ഇന്ത്യയിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ എന്താണെന്ന് അറിയാനായി, അവരുമായി സംവദിക്കാനായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. അതായിരുന്നല്ലോ ഭാരത് ജോഡോ യാത്രയും പിന്നീട് നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയും. ഈ യാത്ര ഉയർത്തിയ ഒരു വിസിബിലിറ്റി, രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഒരു പരിവേഷം, അതായത് രാഹുൽ ഗാന്ധിയെ കുറിച്ചുണ്ടായിരുന്ന പ്രധാന ആരോപണം ഒരു വിഷയത്തിൽ നിന്നും പെട്ടെന്ന് ഓടി ഒളിക്കും, വളരെ വളരെ ഗൗരവത്തിലൊരു വിഷയം ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞ ഒരു പരുവത്തിന് വഞ്ചി തിരുനക്കര വിട്ടു പോകാതെ, വഞ്ചി ഒരു കരക്കടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കപ്പിത്താൻ മുങ്ങുന്ന ഒരു കാഴ്ച. ഈ ഒരു കാഴ്ചയ്ക്ക് വിഭിന്നമായി, കൺസിസ്റ്റന്റായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായി വളരെ കൺസിസ്റ്റന്റായി തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലത്ത് രാഹുൽ ഗാന്ധി തന്റെ രൂപവും ഭാവവും മാറുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയിൽ, ശരീരഭാഷയിൽ, സംസാര രീതിയിൽ, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുടെ രൂപത്തിൽ മൗനം പാലിക്കാനുള്ളപ്പോൾ മൗനം പാലിക്കുകയും ആഞ്ഞടിക്കേണ്ടപ്പോൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന പുതിയ റീഇൻവിഗറേറ്റഡ് രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. ആ രാഹുൽ ഇഫക്റ്റ് കൂടി കോൺഗ്രസിന് ലഭിച്ച 99 സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച 235 സീറ്റും എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടു എങ്കിൽ പോലും സാമാന്യം വിജയത്തിന് സമമെന്ന് പലരും കരുതുന്ന ഒരു പോരാട്ട വീര്യം നടത്തിയിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി കീഴടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും പല സാധ്യതകളും തുറന്നു വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് രൂപീകരിക്കാൻ അവർക്ക് സാധിക്കില്ലായിരിക്കും. പക്ഷേ മറ്റേ മുന്നണിയിൽ നിന്നും, NDA മുന്നണിയിൽ നിന്നുമുള്ള കുത്തൊഴുക്ക്, എന്തെങ്കിലും ഘടകകക്ഷികളുടെ പടലപിണക്കങ്ങളോ കളംമാറി ചവിട്ടലുകളോ ഉണ്ടായാൽ വീണ്ടും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്താണ് ഈ രാഹുൽ മാജിക്കിന്റെ ഇഫക്റ്റ്? രാഹുൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അത് തന്നെ ആളുകൾ വളരെ വിമർശനപരമായിട്ടാണ് കണ്ടത്. കാരണം എന്തിനാണ് മുസ്ലിം ലീഗിന്റെ കൂടെ ദയാദാക്ഷിണ്യത്തിൽ വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ, മുസ്ലിങ്ങൾക്ക് നല്ല നിർണായക സാന്നിധ്യമുള്ള വയനാട് പോലെ ഒരു കേരളത്തിലെ മത്സരത്തിന്റെ സുരക്ഷ തേടി ഇവിടെ വരുന്നത് പേടിയുള്ളത് കൊണ്ടല്ലേ? ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ട ഒരു പ്രഭാവം ചെലുത്താനാവില്ല എന്നതുകൊണ്ടല്ലേ അമേഠിയിൽ തോറ്റപ്പോൾ ഓടി ഒളിച്ച് വയനാടിന്റെ സുഖശീതളമേൽ വിലയം പ്രാപിച്ചത്? അവിടെ രാഹുൽ ഗാന്ധി 4,31,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം ലേശം കുറഞ്ഞു. 3.25 ലക്ഷം വോട്ടായി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അത് സ്വാഭാവികമാണ്. ഒരു പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ രാഹുൽ ഗാന്ധി. കേരളത്തിലെ ആകമാന ചിത്രത്തിലും രാഹുൽ ഇഫക്റ്റ് അങ്ങനെ പ്രകടമല്ലായിരുന്നു. ഒരു പക്ഷേ ഭരണവിരുദ്ധ വികാരമാണ് UDF-ന്റെ 18 സീറ്റ് എന്ന നമ്പറിലേക്ക് എത്തിച്ചിരിക്കുന്നത്.
അതിൽ രാഹുൽ ഗാന്ധിക്ക് വളരെ വലിയ പങ്കുണ്ട് എന്ന് കരുതാനാവില്ല. അത് മാത്രമല്ല, കേരളത്തിൽ അങ്ങനെ അധികം പേരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊന്നും വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ അമരത്ത് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 19 സീറ്റുകളിൽ കോൺഗ്രസ് വിജയം നേടിയത് ശബരിമല വിഷയം മാത്രമല്ല, രാഹുൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം രാഹുൽ എഫക്റ്റ് ഇവിടെയില്ല. എന്നാൽ അമേധി റായ്ബറേലി മത്സര മേഖലയിലേക്ക് നോക്കൂ. അവിടെ അമേധിയിൽ മത്സരിക്കണോ റായ്ബറേലിയിൽ മത്സരിക്കണോ എന്ന ചിന്ത രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ. പക്ഷേ അത് പുറമേ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു മെയ്വഴക്കം രാഹുൽ ഗാന്ധി കാട്ടി. വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം വരെ അതേക്കുറിച്ചൊരു കമാന്നൊരക്ഷരം മറ്റൊരു മണ്ഡലം കൂടി വരിക്കും, അല്ലെ മറ്റൊരു മത്സരത്തിൽ കൂടെ മത്സരിക്കും എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. പിന്നീട് ഉണ്ടായിരുന്ന ഒരു സംശയം, ഏത് മണ്ഡലമാണ് തന്റെ അമ്മ പ്രതിനിധാനം ചെയ്ത റായ്ബറേലി മണ്ഡലമാണോ, താൻ തന്നെ മുൻപ് പ്രതിനിധാനം ചെയ്തതും സ്മൃതി ഇറാനിയോട് കഴിഞ്ഞ പ്രാവശ്യം തോൽക്കേണ്ടി വന്നതുമായ അമേഠി മണ്ഡലമാണോ എന്നതാണ്. പ്രവർത്തകരുടെ ആവേശം അമേഠി മണ്ഡലത്തിൽ മത്സരിക്കണം രാഹുൽ ഗാന്ധി, അങ്ങനെ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചുകൊണ്ട് പ്രതികാരം വീട്ടണം എന്ന ചിന്ത മാറ്റിവെച്ചിട്ട് കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് ഉറപ്പായി ജയിക്കാൻ സാധ്യതയുള്ള റായ്ബറേലി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു. നല്ല ഭൂരിപക്ഷം, തന്റെ മാതാവിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലധികം വോട്ടോടുകൂടി, ഭൂരിപക്ഷത്തോട് 3.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയുടെ കൂടെ MP ആണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് പ്രചരണം നയിച്ചത്. പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹത്തെ എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ഗാന്ധി കുടുംബത്തിന്റെ, ഗാന്ധി നെഹ്റു ഫാമിലിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ അവിടെ അമേഠിയിൽ മത്സരിപ്പിച്ച് സ്മൃതി ഇറാനിയെ 1.5 ലക്ഷത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു സൂചനയാണ് നൽകുന്നത്. സ്മൃതി ഇറാനി അവിടെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ BJP കട്ടമുഴുകി എന്ന് തന്നെയാണ് അവിടെ കാര്യം. അതുകൊണ്ട് രാഹുൽ മാജിക്ക് ഉത്തർപ്രദേശിലും അഖിലേഷിനൊപ്പം ചേർന്നുകൊണ്ട് ഉത്തർപ്രദേശിലും രാഹുൽ മാജിക്ക് വർക്ക് ചെയ്തു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എഴുതിത്തള്ളാറായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് ഇനിയും അനേക രാഷ്ട്രീയ അംഗങ്ങൾക്കുള്ള ബാല്യമുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയം കൂടിയായിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണി നേടിയ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്.